എന്താണ് സ്നാനം? ബൈബിളിലെ ഉത്തരം നമുക്ക് നോക്കാം. സ്നാനപ്പെടുന്നതിനെക്കുറിച്ചുള്ള പല വിവരങ്ങളും ബൈബിളിലുണ്ട്. പ്രവർത്തികൾ 2:44 വായിക്കുന്നത്, പത്രോസിന്റെ ഉപദേശം സന്തോഷത്തോടെ സ്വീകരിച്ചവർ സ്നാനമേറ്റു. അന്ന് ഏകദേശം 3000 പേർ അവരോടൊപ്പം ചേർന്നു. യോർദാൻ നദിയിലെ യേശുവിന്റെ സ്നാനം. മത്തായി 3:3-16 ഇങ്ങനെ വായിക്കുന്നു, പിന്നെ യേശു സ്നാനമേൽക്കാൻ ഗലീലയിൽ നിന്ന് യോർദാനിൽ യോഹന്നാന്റെ അടുത്ത് ചെന്നു. 16 സ്നാനമേറ്റ ഉടനെ യേശു വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആകാശം തുറന്നു. ദൈവത്തിന്റെ ആത്മാവ് പ്രാവ് പോലെ യേശുവിന്റെ മേൽ ഇറങ്ങി വരുന്നത് യോഹന്നാൻ കണ്ടു. എത്തോപ്യക്കാരന്റെ സ്നാനം. പ്രവർത്തികൾ 8:36-40 ഇങ്ങനെ വായിക്കുന്നു, പോകുന്ന വഴിക്ക് അവർ ഒരു ജലാശയത്തിന്റെ അടുത്തെത്തി. അപ്പോൾ ഷണ്ഡൻ, ദാ വെള്ളം, സ്നാനമേൽക്കാൻ ഇനി എനിക്ക് എന്താണ് തടസ്സം എന്ന് ചോദിച്ചു. രഥം നിർത്താൻ ഷണ്ഡൻ കൽപ്പിച്ചു. ഫിലിപ്പോസും ഷണ്ഡനും വെള്ളത്തിൽ ഇറങ്ങി. ഫിലിപ്പോസ് ഷണ്ഡനെ സ്നാനപ്പെടുത്തി. 40 വാക്യം, ഫിലിപ്പോസ് അസ്തോദിലേക്ക് ചെന്നു. നഗരം തോറും യാത്ര ചെയ്ത് ആ പ്രദേശത്ത് എല്ലായിടത്തും ദൈവത്തിൽ നിന്നുള്ള സന്തോഷവാർത്ത അറിയിച്ചു. തൻ്റെ അനുഗാമികൾ ഉറപ്പായും ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്നാനമെന്ന് യേശു പഠിപ്പിച്ചു. മത്തായി 28:19-20 ഇങ്ങനെ വായിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ പോയി എല്ലാ ജനതകളിലെയും ആളുകളെ ശിഷ്യരാക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുകയും വേണം. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും വേണം. വ്യവസ്ഥിതിയുടെ അവസാന കാലം വരെ എന്നും ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അതുപോലെ തന്നെ അപ്പോസ്തലനായ പത്രോസും അങ്ങനെ തന്നെ പറഞ്ഞു. 1 പത്രോസ് 3:21 ഇങ്ങനെ പറയുന്നു, അതിന് സമാനമാണ് സ്നാനം. സ്നാനം ശരീരത്തെ അഴുക്കു നീക്കലല്ല, ഒരു ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ ഇപ്പോൾ നിങ്ങളെയും രക്ഷിക്കുന്നു. അതെ, എന്നാൽ സ്നാനത്തിൻ്റെ അർത്ഥം എന്താണ്? ഒരു വ്യക്തി താൻ ചെയ്ത തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും ഇനി മുതൽ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് പരസ്യമായി കാണിക്കുന്നതാണ് സ്നാനം. അതിൽ ദൈവത്തെയും യേശുവിനെയും അനുസരിച്ച് ജീവിക്കുന്നതും ഉൾപ്പെടുന്നു. അതുപോലെ സ്നാനമേൽക്കുന്ന ഒരു വ്യക്തി നിത്യജീവന്റെ പാതയിലൂടെ നടന്നു തുടങ്ങും. വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഒരു വ്യക്തി താൻ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തി എന്ന് വ്യക്തമായി തെളിയിക്കുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? ശരീരം അടക്കുന്നതിനോടാണ് ബൈബിൾ സ്നാനത്തെ ഉപമിക്കുന്നത്. റോമർ 6:4 ഇങ്ങനെ വായിക്കുന്നു, അങ്ങനെ സ്നാനമേറ്റ് ക്രിസ്തുവിൻ്റെ മരണത്തിലേക്ക് ചേർന്ന നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ അടക്കപ്പെട്ടു. പിതാവിൻ്റെ മഹത്വത്താൽ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതുപോലെ നമുക്കും പുതിയൊരു ജീവിതം നയിക്കാൻ അത് വഴി തുറന്നു. തുടർന്ന് കൊലോസ്യർ 2:12 ഇങ്ങനെ പറയുന്നു, കാരണം ക്രിസ്തുവിൻ്റെ പോലുള്ള ഒരു സ്നാനമേറ്റ് ക്രിസ്തുവിൻ്റെ കൂടെ അടക്കപ്പെട്ട നിങ്ങൾ ക്രിസ്തുവുമായുള്ള ബന്ധം മൂലം ക്രിസ്തുവിൻ്റെ കൂടെ ഉയർപ്പിക്കപ്പെട്ടു. മരിച്ചവരിൽ നിന്ന് ക്രിസ്തുവിനെ ഉയർപ്പിച്ച ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിന് അടിസ്ഥാനം. വെള്ളത്തിൽ മുങ്ങുമ്പോൾ ഒരു വ്യക്തി തൻ്റെ മുൻകാല ജീവിത രീതി സംബന്ധിച്ച് മരിച്ചതിനെ ചിത്രീകരിക്കുന്നു. വെള്ളത്തിൽ നിന്ന് പൊങ്ങുമ്പോൾ ഒരു സമർപ്പിത ക്രിസ്ത്യാനിയായി താൻ ഒരു പുതിയ ജീവിതം ആരംഭിക്കുന്നു എന്ന് തെളിയിക്കുന്നു. ശിശുസ്നാനം അല്ലെങ്കിൽ മാമോദീസയെക്കുറിച്ച് ബൈബിൾ എന്താണ് പറയുന്നത്? ജ്ഞാനസ്നാനം അല്ലെങ്കിൽ മാമോദീസ എന്ന പദപ്രയോഗം ബൈബിളിലില്ല. ശിശുക്കൾ സ്നാനപ്പെടണമെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുമില്ല. ശിശുസ്നാനം തിരുവെഴുത്തുകൾക്ക് ചേർച്ചയിൽ ഉള്ളതല്ല. സ്നാനമേൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഉദാഹരണത്തിന്, ദൈവവചനത്തിലെ അടിസ്ഥാന പഠിപ്പിക്കലുകളെങ്കിലും ആ വ്യക്തി മനസ്സിലാക്കണം, അതിനനുസരിച്ച് ജീവിക്കണം. അതുപോലെ തൻ്റെ തെറ്റുകളെക്കുറിച്ച് പശ്ചാത്തപിക്കുകയും പ്രാർത്ഥനയിലൂടെ തൻ്റെ ജീവിതം ദൈവത്തിന് സമർപ്പിക്കുകയും വേണം. പ്രവർത്തികൾ 2:38 ഇങ്ങനെ പറയുന്നു, പത്രോസ് അവരോട് പറഞ്ഞു, മാനസാന്തരപ്പെടൂ, നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു കിട്ടാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽക്കൂ. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന സമ്മാനം നിങ്ങൾക്ക് സൗജന്യമായി കിട്ടും. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? യേശു തൻ്റെ അനുഗാമികളോട് ആളുകളെ ശിഷ്യരാക്കുകയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവരെ സ്നാനപ്പെടുത്തുകയും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുകയും വേണമെന്ന് കൽപ്പിച്ചു. മത്തായി 28:19-20. നാമത്തിൽ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്നാനപ്പെടുന്ന ഒരു വ്യക്തി പിതാവിൻ്റെയും പുത്രൻ്റെയും അധികാരവും സ്ഥാനവും തിരിച്ചറിയണം. അതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും വേണം എന്നാണ്. അതിനുള്ള ഒരു ഉദാഹരണമാണ് പ്രവർത്തികൾ 3:6 പറയുന്നത്. അവിടെ ഇങ്ങനെ വായിക്കുന്നു, അപ്പോൾ പത്രോസ് പറഞ്ഞു, സ്വർണവും വെള്ളിയും എൻ്റെ കയ്യിലില്ല, എന്നാൽ എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു.
നസ്രാത്തുകാരനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, എഴുന്നേറ്റ് നടക്കുക. ഇങ്ങനെ പറഞ്ഞതിലൂടെ പത്രോസ് ക്രിസ്തുവിന്റെ അധികാരം തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും ചെയ്യുകയായിരുന്നു. താൻ ചെയ്ത അത്ഭുതം ക്രിസ്തുവിന്റെ ശക്തിയിലാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പിതാവ് ദൈവമായ യഹോവയാണ്. സൃഷ്ടാവ്, ജീവദാതാവ്, സർവശക്തൻ എന്ന നിലയിൽ യഹോവയ്ക്കാണ് എല്ലാത്തിൻ്റെയും അധികാരം. ഉൽപ്പത്തി 17:1 ഇങ്ങനെ വായിക്കുന്നു: അബ്രഹാമിന് 99 വയസ്സുള്ളപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായി, നീ എൻ്റെ മുമ്പാകെ നേരോടെ നടന്ന് നിഷ്കളങ്കനാണെന്ന് തെളിയിക്കുക. തുടർന്ന് വെളിപാട് 4:11 ഇങ്ങനെ വായിക്കുന്നു: ഞങ്ങളുടെ ദൈവമായ യഹോവേ, മഹത്വവും ബഹുമാനവും ശക്തിയും ലഭിക്കാൻ അങ്ങ് യോഗ്യനാണ്. കാരണം അങ്ങാണ് എല്ലാം സൃഷ്ടിച്ചത്. അങ്ങയുടെ ഇഷ്ടപ്രകാരമാണ് എല്ലാം ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതും. നമുക്ക് വേണ്ടി ജീവൻ നൽകിയ യേശുക്രിസ്തുവാണ് പുത്രൻ. റോമർ 6:23 ഇങ്ങനെ വായിക്കുന്നു: പാപം തരുന്ന ശമ്പളം മരണം, ദൈവം തരുന്ന സമ്മാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യജീവനും. മനുഷ്യരെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശത്തിൽ യേശുവിനുള്ള പങ്ക് തിരിച്ചറിയുകയും അത് അംഗീകരിക്കുകയും ചെയ്തില്ലെങ്കിൽ നമുക്ക് രക്ഷ ലഭിക്കില്ല. യോഹന്നാന്റെ സുവിശേഷം 14:6 ഇങ്ങനെ വായിക്കുന്നു: യേശു തോമസിനോട് പറഞ്ഞു, ഞാൻ തന്നെയാണ് വഴിയും സത്യവും ജീവനും, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുത്തേക്ക് വരുന്നില്ല. തുടർന്ന് 20:31 എന്നാൽ യേശു ദൈവപുത്രനായ ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കാനും വിശ്വസിച്ച് യേശുവിൻ്റെ പേര് മുഖാന്തരം നിങ്ങൾക്ക് ജീവൻ കിട്ടാനും ആണ് ഇത്രയും കാര്യങ്ങൾ എഴുതിയത്. ദൈവത്തിൻ്റെ ചലനാത്മകമായ ശക്തി അല്ലെങ്കിൽ പ്രവർത്തനനിരതമായ ശക്തിയാണ് പരിശുദ്ധാത്മാവ്. സൃഷ്ടിക്രിയകൾ നടത്താനും ജീവൻ നൽകാനും പ്രവാചകന്മാർക്കും മറ്റുള്ളവർക്കും സന്ദേശങ്ങൾ കൈമാറാനും തൻ്റെ ഇഷ്ടം നിറവേറ്റാൻ അവരെ ശക്തിപ്പെടുത്താനുമാണ് ദൈവം പരിശുദ്ധാത്മാവിനെ ഉപയോഗിച്ചത്. അതുപോലെ തൻ്റെ ചിന്തകൾ ബൈബിൾ എഴുത്തുകാരെ കൊണ്ട് എഴുതിക്കാനും ദൈവം പരിശുദ്ധാത്മാവിനെയാണ് ഉപയോഗിച്ചത്. 2 പത്രോസ് 1:21 ഇങ്ങനെ വായിക്കുന്നു: പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, പകരം പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി ദൈവത്തിൽ നിന്നുള്ള അരുളപ്പാടുകൾ മനുഷ്യർ പ്രസ്താവിച്ചതാണ്. സ്നാനം ഒരു പാപമാണോ? ഇന്ന് പലരും ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് മാറാറുണ്ട്. എന്നാൽ മുമ്പുണ്ടായിരുന്ന മതത്തിൽ അവർ സ്നാനപ്പെട്ടവരാണെങ്കിലോ? അവർ വീണ്ടും സ്നാനപ്പെട്ടാൽ അത് പാപമാകുമോ? ചിലർ അത് പാപമാണെന്ന് പറയാറുണ്ട്. എഫേസ്യർ 4:5 പറയുന്നത്, കർത്താവൊന്ന്, വിശ്വാസമൊന്ന്, സ്നാനമൊന്ന്. ഈ വാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കാം അവർ അങ്ങനെ പറയുന്നത്. എന്നാൽ വീണ്ടും സ്നാനമേൽക്കാൻ പാടില്ല എന്ന് ഈ വാക്യം പറയുന്നില്ല. എന്തുകൊണ്ട്? എഫേസ്യർ 4:5 സന്ദർഭം നോക്കിയാൽ സത്യക്രിസ്ത്യാനികൾ വിശ്വാസത്തിൽ ഒരുമയുള്ളവരായിരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് പറയുകയായിരുന്നു. എഫേസ്യർ 4:1-3 വരെ ഇങ്ങനെ വായിക്കുന്നു: അതുകൊണ്ട് കർത്താവിനെ പ്രതി തടവുകാരനായിരിക്കുന്ന ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങൾക്ക് കിട്ടിയ വിളിക്ക് യോജിച്ച രീതിയിൽ നടക്കുക. എപ്പോഴും താഴ്മയും സൗമ്യതയും ക്ഷമയും ഉള്ളവരായിരിക്കുക. സ്നേഹത്തോടെ നടക്കുക. എല്ലാവരുമായി ഒത്തുപോകുകയും നിങ്ങളെ ഒന്നിച്ച് നടത്തുന്ന സമാധാന ബന്ധം കാത്തുകൊണ്ട് ആത്മാവിനാലുള്ള ഐക്യം നിലനിർത്താൻ ആത്മാർത്ഥമായി ശ്രമിക്കുകയും ചെയ്യുക. അങ്ങനെ ഒരു ഐക്യം അവർക്കിടയിൽ ഉണ്ടായിരിക്കണമെങ്കിൽ അവർ ഒരുപോലെ കർത്താവായ യേശുക്രിസ്തുവിനെ അനുഗമിക്കണം. ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവർ മനസ്സിലാക്കുന്നത് ഒരുപോലെ ആയിരിക്കണം. സ്നാനമേൽക്കാൻ തിരുവെഴുത്തുകൾ പറഞ്ഞിരിക്കുന്ന യോഗ്യതകളും അവർക്ക് ഒന്നായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് സ്നാനപ്പെട്ട ചിലരെ വീണ്ടും സ്നാനപ്പെടാൻ പ്രോത്സാഹിപ്പിച്ചു. കാരണം ക്രിസ്തീയ പഠിപ്പിക്കലുകളെക്കുറിച്ച് പൂർണ്ണമായ ഗ്രാഹ്യം ഇല്ലാതെയായിരുന്നു അവർ ആദ്യം സ്നാനപ്പെട്ടത്. പ്രവർത്തികൾ 19:1-5 വരെയുള്ള വാക്യം ഇങ്ങനെ പറയുന്നു: അപ്പൊല്ലോസ് കൊരിന്തിലായിരിക്കുമ്പോൾ പൗലോസ് ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്ത് എഫെസോസിൽ എത്തി. അവിടെ പൗലോസ് ചില ശിഷ്യന്മാരെ കണ്ടു. പൗലോസ് അവരോട്, വിശ്വാസികളായി തീർന്നപ്പോൾ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ലഭിച്ചോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ, പരിശുദ്ധാത്മാവോ? അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ കേട്ടിട്ട് പോലുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പൗലോസ്, പിന്നെ ഏത് സ്നാനമാണ് നിങ്ങൾ സ്വീകരിച്ചത് എന്ന് ചോദിച്ചു. യോഹന്നാന്റെ സ്നാനം എന്ന് അവർ പറഞ്ഞു. പൗലോസ് പറഞ്ഞു, മാനസാന്തരത്തിൻ്റെ അടയാളമായ സ്നാനമാണ് യോഹന്നാൻ ചെയ്യിച്ചത്. തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുവിൽ വിശ്വസിക്കാനാണല്ലോ യോഹന്നാൻ ആളുകളോട് പറഞ്ഞത്. ഇത് കേട്ടപ്പോൾ അവർ കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റു. സ്നാനപ്പെടുന്നതിന് വേണ്ട ശരിയായ അടിസ്ഥാനം എന്താണ്? ബൈബിൾ സത്യത്തെക്കുറിച്ച് ശരിയായ അറിവ് നേടി അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്നാനപ്പെട്ടെങ്കിലേ ദൈവം അത് സ്വീകരിക്കുകയുള്ളൂ. 1 തീമോത്തിയോസ് 2:3-4 ഇങ്ങനെ വായിക്കുന്നു: ഇത് നമ്മുടെ രക്ഷകനായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നല്ലതും സ്വീകാര്യവുമാണ്. എല്ലാത്തരം ആളുകൾക്കും രക്ഷ കിട്ടണമെന്നും അവർ സത്യത്തിൻ്റെ ശരിയായ അറിവ് നേടണമെന്നും ആണ് ദൈവം ആഗ്രഹിക്കുന്നത്. മതപരമായ പഠിപ്പിക്കലുകൾക്ക് ചേർച്ചയിലാണ് ഒരു വ്യക്തി സ്നാനപ്പെട്ടതെങ്കിൽ, എന്നാൽ അത് ബൈബിളിന് വിരുദ്ധമാണെങ്കിൽ ആ സ്നാനം ദൈവം അംഗീകരിക്കില്ല. ആ വ്യക്തി ആത്മാർത്ഥതയോടെ ആയിരിക്കാം അത് ചെയ്തത്, പക്ഷേ ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിലല്ലായിരുന്നു.
യോഹന്നാന്റെ സുവിശേഷം 4:23 മുതൽ 24 വരെയുള്ള വാക്യം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും സത്യാരാധകർ പിതാവിനെ ദൈവാത്മാവോടെയും സത്യത്തോടെയും ആരാധിക്കുന്ന സമയം വരുന്നു. വാസ്തവത്തിൽ അത് വന്നു കഴിഞ്ഞു. ശരിക്കും തന്നെ ഇങ്ങനെ ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ഒരു ആജ്ഞവ്യക്തിയാണ്. ദൈവത്തെ ആരാധിക്കുന്നവർ ദൈവാത്മാവോടെയും സത്യത്തോടെയും ആരാധിക്കണം. റോമർ 10:2 പറയുന്നു: അവർക്ക് ദൈവത്തിൻ്റെ കാര്യത്തിൽ ശുഷ്കാന്തി ഉണ്ടെന്ന് ഞാൻ സാക്ഷി പറയുന്നു, പക്ഷേ അത് ശരിയായ അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളതല്ലെന്ന് മാത്രം. ദൈവത്തിൻ്റെ അംഗീകാരം ലഭിക്കണമെങ്കിൽ ആ വ്യക്തി ബൈബിൾ സത്യം പഠിക്കണം, പഠിച്ചതിന് ചേർച്ചയിൽ ജീവിക്കണം, എന്നിട്ട് ജീവിതം ദൈവത്തിന് സമർപ്പിക്കണം, തുടർന്ന് വീണ്ടും സ്നാനപ്പെടണം. അത്തരം സന്ദർഭങ്ങളിൽ പുനഃസ്നാനം ഒരു പാപമല്ല, അതാണ് ശരി. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന മറ്റു സ്നാനങ്ങൾ ക്രിസ്തുവിൻ്റെ അനുഗാമികൾ വെള്ളത്തിൽ മുങ്ങി നടത്തുന്ന സ്നാനത്തിൽ നിന്നും വ്യത്യസ്തമായ അർത്ഥമുള്ള ചില സ്നാനങ്ങളെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. ചില ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സ്നാപക യോഹന്നാൻ നടത്തിയിരുന്ന സ്നാനം. മോശയിലൂടെ ദൈവം ഇസ്രായേലിയർക്ക് നിയമം നൽകിയിരുന്നു. ആ നിയമത്തിനെതിരായി എന്തെങ്കിലും പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ അതിൽ പശ്ചാത്താപിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ് ജൂതന്മാരും ജൂതമതത്തിലേക്ക് പരിവർത്തനം ചെയ്തവരും യോഹന്നാനാൽ സ്നാനമേറ്റിരുന്നത്. ലൂക്കോസ് 1:16-17 ഇങ്ങനെ പറയുന്നു: അവൻ ഇസ്രായേൽ മക്കളിൽ അനേകരെ അവരുടെ ദൈവമായ യഹോവയിലേക്ക് തിരികെ കൊണ്ടുവരും. അവൻ ഏലിയയുടെ ആത്മാവും ശക്തിയും ഉള്ളവനായി ദൈവത്തിന് മുമ്പേ പോകും. അവൻ അപ്പന്മാരുടെ ഹൃദയങ്ങളെ കുട്ടികളുടേത് പോലെയാക്കും. അനുസരണം കെട്ടവരെ നീതിമാന്മാരുടെ വിവേകത്തിലേക്ക് തിരികെ കൊണ്ടുവരും. അങ്ങനെ അവൻ യഹോവയ്ക്ക് വേണ്ടി ഒരു ജനത്തെ ഒരുക്കും. പ്രവർത്തികൾ 19:4 പറയുന്നു: പൗലോസ് പറഞ്ഞു, മാനസാന്തരത്തിന്റെ അടയാളമായ സ്നാനമാണ് യോഹന്നാൻ ചെയ്യിച്ചത്. തനിക്ക് പിന്നാലെ വരുന്നവനിൽ, അതായത് യേശുക്രിസ്തുവിൽ വിശ്വസിക്കാനാണല്ലോ യോഹന്നാൻ ആളുകളോട് പറഞ്ഞത്. യേശുവിൻ്റെ സ്നാനം. മറ്റു സ്നാനങ്ങളിൽ നിന്നും സ്നാപക യോഹന്നാനിലൂടെയുള്ള യേശുവിൻ്റെ സ്നാനം വ്യത്യസ്തമായിരുന്നു. യേശു പൂർണ്ണനായ ഒരു മനുഷ്യനായിരുന്നു. തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ സ്നാനത്തിൽ പശ്ചാത്താപമോ ശുദ്ധ മനസാക്ഷിക്ക് വേണ്ടി ദൈവത്തോടുള്ള അപേക്ഷയോ ഉൾപ്പെട്ടിട്ടില്ല. പകരം മുൻകൂട്ടി പറഞ്ഞ മിശിഹ അല്ലെങ്കിൽ ക്രിസ്തു എന്ന നിലയിൽ താൻ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നതിനായി തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു എന്ന് യേശു കാണിക്കുകയായിരുന്നു. സ്വന്തം ജീവൻ നമുക്ക് നൽകിയതും അതിൽ ഉൾപ്പെടുന്നു. എബ്രായർ 10:7 മുതൽ 10 വരെയുള്ള വാക്യം ഇങ്ങനെ പറയുന്നു: അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ വന്നിരിക്കുന്നു. ചുരുളിൽ എന്നെക്കുറിച്ച് എഴുതിയിട്ടുണ്ടല്ലോ, ദൈവമേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു. ബലികളും യാഗങ്ങളും സമ്പൂർണ്ണ ദഹനയാഗങ്ങളും പാപങ്ങളും അങ്ങ് ആഗ്രഹിച്ചില്ല, അവയിൽ പ്രസാദിച്ചുമില്ല എന്ന് പറഞ്ഞ ശേഷം ഇതാ അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ വന്നിരിക്കുന്നു എന്ന് ക്രിസ്തു പറയുന്നു. രണ്ടാമത്തേത് സ്ഥാപിക്കാൻ ക്രിസ്തു ഒന്നാമത്തേത് നീക്കിക്കളഞ്ഞു. ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു ഒരിക്കലായിട്ട് തൻ്റെ ശരീരം അർപ്പിക്കുകയും അങ്ങനെ നമ്മളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം. സ്നാപക യോഹന്നാനും യേശുക്രിസ്തുവും പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനത്തെക്കുറിച്ച് സംസാരിച്ചു. മത്തായി 3:11 ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ മാനസാന്തര നിമിത്തം ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്, അദ്ദേഹത്തിൻ്റെ ചെരിപ്പഴിക്കാൻ പോലും ഞാൻ യോഗ്യനല്ല. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലുള്ള സ്നാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? യേശുവിൻ്റെ അനുഗാമികളിൽ വളരെ കുറച്ചുപേർ മാത്രമാണ് പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനം ഏറ്റിട്ടുള്ളത്. കാരണം അവർ സ്വർഗത്തിലിരുന്ന് യേശുവിൻ്റെ കൂടെ ഭൂമി ഭരിക്കാൻ പുരോഹിതന്മാരും രാജാക്കന്മാരുമായി തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഭൂമിയിലെ പർദീസയിൽ എന്നേക്കും ജീവിക്കാൻ പ്രത്യാശയുള്ള ലക്ഷക്കണക്കിന് വരുന്ന യേശുവിൻ്റെ അനുഗാമികളെ ഇവർ ഭരിക്കും. ക്രിസ്തു യേശുവിലേക്ക് ചേരാനുള്ള സ്നാനവും ക്രിസ്തുവിൻ്റെ മരണത്തിലേക്കുള്ള സ്നാനവും. പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനമേറ്റ ഓരോ വ്യക്തിയും സ്നാനമേറ്റ് ക്രിസ്തു യേശുവിലേക്ക് ചേർന്നവരാണ്. അതുകൊണ്ട് ഈ സ്നാനം യേശുവിനോടൊപ്പം സ്വർഗത്തിൽ ഭരിക്കാൻ പോകുന്ന യേശുവിൻ്റെ അഭിഷിക്ത അനുഗാമികളുടെ കാര്യത്തിലാണ് നടക്കുന്നത്. സ്നാനമേറ്റ് ക്രിസ്തു യേശുവിനോട് ചേരുമ്പോൾ അവർ അഭിഷിക്ത ക്രിസ്തീയ സഭയുടെ ഭാഗമായി തീരുന്നു. ക്രിസ്തുവാണ് തല, അഭിഷിക്ത ക്രിസ്ത്യാനികൾ ശരീരവും. 1 കൊരിന്ത്യർ 12:12-13. അഭിഷിക്തർ ക്രിസ്തുവിൻ്റെ മരണത്തിലേക്കും സ്നാനമേൽക്കുന്നു. യേശുവിനെ പോലെ അവർ സ്വന്തം താല്പര്യം നോക്കാതെ ദൈവത്തെ അനുസരിക്കുന്നതിന് മുൻഗണന കൊടുക്കും. യേശുവിനെ പോലെ ഭൂമിയിൽ എന്നേക്കും ജീവിക്കാനുള്ള പ്രത്യാശ തങ്ങൾക്ക് ലഭിക്കില്ലെന്ന് അവർക്കറിയാം. മരിച്ച് ആത്മീയ വ്യക്തിയായി സ്വർഗത്തിലേക്ക് ഉയർപ്പിക്കപ്പെട്ട് കഴിയുമ്പോൾ ആ ആലങ്കാരിക അർത്ഥത്തിലുള്ള അവരുടെ ഈ സ്നാനം പൂർത്തിയാകും. റോമർ 6:5 ഇങ്ങനെ വായിക്കുന്നു: ക്രിസ്തുവിൻ്റെ പോലുള്ള ഒരു മരണത്തിലൂടെ നമ്മൾ ക്രിസ്തുവിനോട് ചേർന്നെങ്കിൽ ഉറപ്പായും ക്രിസ്തുവിൻ്റേത് പോലുള്ള ഒരു പുനരുത്ഥാനത്തിലൂടെയും നമ്മൾ ക്രിസ്തുവിനോട് ചേരും. 1 കൊരിന്ത്യർ 15:42 മുതൽ 44 വരെയുള്ള വാക്യം. മരിച്ചവരുടെ പുനരുദ്ധാനവും അങ്ങനെ തന്നെ. ജീർണിച്ചു പോകുന്നത് വിതയ്ക്കപ്പെടുന്നു, എന്നാൽ ജീർണിക്കാത്തത് ഉയർപ്പിക്കപ്പെടുന്നു. അപമാനത്താൽ വിതയ്ക്കപ്പെടുന്നു, തേജസ്സിൽ ഉയർപ്പിക്കപ്പെടുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെടുന്നു, ശക്തിയിൽ ഉയർപ്പിക്കപ്പെടുന്നു. ഭൗതിക ശരീരത്തിൽ വിതയ്ക്കപ്പെടുന്നു, ആത്മീയ ശരീരത്തിൽ ഉയർപ്പിക്കപ്പെടുന്നു. ഭൗതിക ശരീരമുണ്ടെങ്കിൽ ആത്മീയ ശരീരവുമുണ്ട്. തീ കൊണ്ടുള്ള സ്നാനം.
സ്നാപക യോഹന്നാൻ തൻ്റെ കേൾവിക്കാരോട് ഇങ്ങനെ പറഞ്ഞു: യേശു നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. പാറ്റാനുള്ള കോരിക അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. അദ്ദേഹം മെതിക്കളം മുഴുവൻ വെടിപ്പാക്കി സംഭരണശാലയിൽ ഗോതമ്പ് ശേഖരിച്ചു വയ്ക്കും. പതിരാകട്ടെ കെടുത്താൻ പറ്റാത്ത തീയിലിട്ട് ചുട്ടുകളയും. മത്തായി 3:11-12 വാക്യം നോക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മാനസാന്തര നിമിത്തം ഞാൻ നിങ്ങളെ വെള്ളം കൊണ്ട് സ്നാനപ്പെടുത്തുന്നു, എന്നാൽ എൻ്റെ പിന്നാലെ വരുന്നവൻ എന്നേക്കാൾ ശക്തനാണ്. അദ്ദേഹം നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തും. അതെ, അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, പരിശുദ്ധാത്മാവ് കൊണ്ടുള്ള സ്നാനവും തീ കൊണ്ടുള്ള സ്നാനവും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ ഈ ദൃഷ്ടാന്തം കൊണ്ട് എന്താണ് ഉദ്ദേശിച്ചത്? യേശുവിനെ ശ്രദ്ധിക്കുകയും യേശുവിനെ അനുസരിക്കുകയും ചെയ്യുന്ന ആളുകളെയാണ് ഗോതമ്പ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അവർക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനമേൽക്കാനുള്ള അവസരമുണ്ടായിരിക്കും. പതിരി കൊണ്ട് അർത്ഥമാക്കുന്നത് യേശുവിനെ ശ്രദ്ധിക്കാത്ത ആളുകളെയാണ്. അവരുടെ അവസാനം തീ കൊണ്ടുള്ള സ്നാനമായിരിക്കും, അതായത് എന്നേക്കുമുള്ള നാശം.